പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു സാധു മനുഷ്യൻ പറയുന്നു, എൻ്റെ ശരീരം മുഴുവനും പകുതിയായി, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്. ഒരു ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്ന് ആ മനുഷ്യൻ ഭൂമിയിലില്ല. താൻ സഹായിച്ച അല്ലെങ്കിൽ സഹായിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്ന ആൾക്കാർ തന്നെ കൈയൊഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിരുമലയിലെ സംഭവമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഞാൻ പറയുന്നത് ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയിൽ നടന്ന ഒരു ആത്മഹത്യയെക്കുറിച്ചാണ്. അനിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സാധു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവർക്കും സമ്മതിതനായ, അപ്പോൾ തൻ്റെ പാർട്ടിയിലുള്ളവർക്ക് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം പലർക്കും കടം വാങ്ങിക്കൊടുത്തു. അതായത് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു കൊടുത്തു. വളരെ സന്തോഷപൂർവ്വം അഭിനയങ്ങൾ അഭിനയിച്ചുകൊണ്ട് പലരും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് നിന്നും ആ ബാങ്കിൽ നിന്നും കടമെടുത്ത് ബാങ്ക് ഇങ്ങനെ പല വഴിയിലും അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ആരാണെന്നറിയില്ല. കാരണം എൻ്റെ നാട്ടിലും ഇതുപോലൊരു സഹകരണ സംഘത്തെ നശിപ്പിച്ച് നാരായണ കല്ല് പിടുങ്ങിയ ചില മനുഷ്യരുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ പ്രസിഡന്റായ ഈ മനുഷ്യൻ തൻ്റെ സഹപ്രവർത്തകർക്ക്, അതായത് പാർട്ടിയിലുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വേണ്ട രേഖകൾ ഉപയോഗിച്ചായിരിക്കുമല്ലോ ഈ ലോണുകളെല്ലാം കൊടുത്തത്. കാരണം ബോർഡിൽ ഇദ്ദേഹം മാത്രമല്ലല്ലോ അംഗങ്ങൾ. ഈ ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമല്ലല്ലോ. താൻ വിശ്വസിക്കുന്ന BJP എന്ന പാർട്ടിയിലുള്ള തൻ്റെ സഹപ്രവർത്തകർക്ക് ലോൺ എടുത്തു കൊടുത്താണ് ആ ഒരു സാധു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. താൻ പ്രസിഡന്റായിരിക്കെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, അതായത് മറ്റു രേഖകളില്ലാതല്ല, ഒരുപക്ഷെ അദ്ദേഹം രേഖകൾ വാങ്ങി. കാരണം ഈ ഒരു മനുഷ്യനല്ലല്ലോ, അതിന് സെക്രട്ടറി ഉണ്ടാവും, പിന്നെ മറ്റ് അംഗങ്ങളുണ്ടാവും, വക്കീലുണ്ടാവും. അപ്പോൾ ഇവരെല്ലാം പരിശോധിച്ച് എല്ലാവർക്കും ബോധ്യമായതിനു ശേഷമാണല്ലോ ഈ ലോൺ അനുവദിച്ചത്. അവർ തന്ന പ്രോപ്പർട്ടികളുണ്ടല്ലോ, ഇതെല്ലാം ബ്ലോക്ക് ചെയ്യണം, എല്ലാം ജപ്തി ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഈ സാധു മനുഷ്യൻ ഈ നിക്ഷേപകരായ ഒരു കുട്ടിയോട്, ആ നിക്ഷേപകന്റെ, അദ്ദേഹം കിടപ്പിലായപ്പോൾ തൻ്റെ മകളോട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അദ്ദേഹം പറയുന്ന എത്ര നിസ്സഹായനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വെച്ച് മുതലെടുത്ത ഈ ടീമുകൾ ഒരുപക്ഷെ കടമെടുത്തിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കടമെടുക്കുന്ന എല്ലാവർക്കും ആ പറഞ്ഞ സമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കാരണം പണം വരണം, കയ്യിൽ വരണം. ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. ഞാൻ വാങ്ങിയവർ, അദ്ദേഹം ദയനീയമായി പറയുന്ന ഒരു വാക്കാണ്. ഞാൻ പലരെയും വിളിച്ചു, പലരും വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. മകള് മമ്മിയെ കൊണ്ട് വിളിച്ചൊന്ന് സംസാരിപ്പിക്കണം. ആ കുട്ടി പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ പറയുന്നത്, ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ ബോർഡ് അംഗങ്ങൾ, ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കണം. വളരെ ദയനീയമായ ആ ഒരു മനുഷ്യൻ്റെ പാർട്ടി ഏതായി കണ്ടുപോട്ടെ, നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു രംഗം ആ മനുഷ്യൻ്റെ ആ ഓഡിയോ സന്ദേശം കേട്ടപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പലരും പണം തന്നിട്ട് പലതരത്തിലുള്ള ഡയലോഗുകൾ അടിക്കും. അതായത് ഇപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും, അയ്യോ അവർ വന്ന് നിൽക്കുന്നു, ഇവർ വന്ന് നിൽക്കുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയത്? കുടിൽ പലിശയെ കൊടുക്കുന്ന ചില ടീമുകളുണ്ടല്ലോ, കുടിൽ വ്യവസായം, അല്ലാതെ ഈ മീറ്റർ പലിശയ്ക്ക് കൊടുക്കുന്ന ചിലവരുണ്ട്, ദിവസ പലിശയ്ക്ക് കൊടുക്കുന്ന ചിലരുണ്ട്. ഇവരൊക്കെ പറയുന്ന വാക്കുകൾ ഇതാണ്. അതായത് നമ്മളെ നാണം കെടുത്തുക. ഏത് വിധേനയും പണം വാങ്ങി കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ പറഞ്ഞ സമയത്ത് ആ പൈസ തിരിച്ചു വന്നില്ലെന്നിരിക്കും. നമ്മൾ ഒരു കടം വാങ്ങി, ചിലപ്പോൾ മറ്റൊരാളുടെ നിന്ന് കടം വാങ്ങിയിട്ടായിരിക്കും ഈ ഒരു കടം വീട്ടുന്നത്, അവിടെ കിട്ടിയില്ലെന്നിരിക്കും. അപ്പോൾ ചിലർ പറയുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങിയത്, എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ വാങ്ങിയത്, പറഞ്ഞു തരാമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്ത് തിരിച്ചു തരുന്നില്ല. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ, അതുപോലുള്ള സമ്മർദ്ദം ഈ തന്നവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനില്ലല്ലോ. അവർക്ക് ഏത് വിധേന വാങ്ങുക എന്നുള്ളതാണ്. അതിന് കുറച്ച് നാണം കെടുത്തിയാലും വേണ്ടൂല. കാരണം പലിശയ്ക്ക് കൊടുക്കുന്നവർക്ക് നാണവും മാനമൊന്നുമില്ല. അവർക്ക് ആവശ്യം പണമാണ്. അത് ഏത് വിധേനയും വാങ്ങുന്നവനെ അങ്ങേയറ്റം ദ്രോഹിച്ച് വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
അതിന് നാണം കെടുത്തണമെങ്കിൽ നാണം കെടുത്തും, വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, പിന്നെ റോഡിലിട്ട് ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയും, എന്തും ചെയ്യും. അവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ല. അവരുടെ ലക്ഷ്യം പണം മാത്രമാണ്. കൊടുത്തോ വാങ്ങിയോ തന്നേ മതിയാവും. അതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ ഈ മനുഷ്യൻ അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പാർട്ടിക്കാരനെ ഏതും ആയിക്കൊണ്ട് പോട്ടെ, പക്ഷേ മനുഷ്യത്വമാണ് പ്രാധാന്യം. ആ മനുഷ്യന്റെ വളരെ ദയനീയമായ ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കണം. ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാവരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പം നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ഫ്രീ ആയിട്ടൊന്ന് സംസാരിപ്പിക്കണം. എന്നെ അവരെ വിളിപ്പിക്കട്ടെ. തന്നെ ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടൻ ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി സി എ എടുത്ത് സംസാരിക്കുമ്പോൾ സി എ വിളിച്ചോളൂ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. മെഗ്ന മുരളി തിരുവനന്തപുരത്തും ചെയ്തു. മെഗ്ന, വേണ്ടപ്പെട്ടവർ ബാങ്കിൽ നിന്ന് ആവോളം ലോൺ എടുത്തു, നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനായില്ല. പാവം അനിൽ അതെല്ലാം സ്വയം ഏറ്റെടുത്തു, ഒടുക്കം നിസ്സഹായനായി ജീവൻ ഒടുക്കി. എന്താണ് ഈ ശബ്ദശകലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? വിശദാംശങ്ങൾ. തീർച്ചയായും സുഹൈൽ, കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ തിരുമലയിൽ നിന്ന് കൗൺസിലറായി വിജയിച്ച ആളായിരുന്നു തിരുമല അനിൽ. അതിനുശേഷം ഈ സഹകരണ സംഘത്തിലെ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ BJP നേതൃത്വത്തിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അദ്ദേഹം വ്യക്തമായി പറയുന്നതാണ്, ബോർഡ് അംഗങ്ങളെ വിളിച്ചു, പക്ഷേ ആരും വന്നില്ല. ഇത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമലയിൽ BJPയെ വെട്ടിലാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നിരന്തരം കൂടെ ഉള്ളവനെ ചവിട്ടിത്താഴ്ത്തി മറ്റുള്ളവർക്ക് മുകളിൽ കയറി വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറി BJP. കാരണം അവസരത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണല്ലോ. ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലർക്കും കയറി വരാം, പല സ്ഥാനങ്ങൾ കിട്ടാൻ അവസരം BJPയിൽ ഇന്ന് ഒരുപാട് ഒഴിവുകളാണ്. എവിടെ തിരിഞ്ഞാലും എല്ലാം കിട്ടും. ഈ തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ പാർട്ടി BJPയെ വെട്ടിലാക്കിയ ഒരു സംഭവമാണ് ഈ അനിലിന്റെ ആത്മഹത്യ. അതേ പാർട്ടിയിൽ വിശ്വസിക്കുന്ന മറ്റൊരു വ്യക്തിയും ഈ തൊട്ടടുത്ത സമയത്ത് ആത്മഹത്യ ചെയ്തു. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ തനിക്ക് മത്സരിക്കാൻ ഒരു അവസരം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനം നൊന്ത് മറ്റൊരു പ്രവർത്തകനും ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് സുരേഷ്, അതായത് BJPയുടെ അംഗത്വമുള്ള BJPയുടെ അടുത്ത അനുയായിയായ, BJPക്ക് വേണ്ടി എല്ലാ ചാനൽ ചർച്ചകളിലും വന്നിരുന്ന് ഒരുപാട് ഘോര പ്രസംഗിക്കുന്ന അദ്ദേഹം വന്നിരുന്ന് പറയുന്നത്, ഈ മരിച്ച ആനന്ദ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, BJP അംഗമേ അല്ല, BJPയുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല, അതൊരു സാധാരണ പ്രവർത്തകനാണെന്ന് പോലും തനിക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് BJPക്ക് യാതൊരു ബന്ധവുമില്ല, അത് ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഏറ്റെടുക്കാനും പറ്റില്ല എന്നാണ് ഈ സുരേഷ് ഈ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. ഇവിടെ ഈ അനിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ. അദ്ദേഹം എല്ലാവർക്കും വളരെ സമ്മതിദനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം കൗൺസിലറായി മത്സരിക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ അവർക്കുണ്ടായിരുന്ന മനസാക്ഷി പോലും ഈ കടം വാങ്ങിയവർ കാണിച്ചില്ല എന്നുള്ളതാണ്. അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ, ഈ വാങ്ങിയവർ വന്ന് പറയുക നേരിട്ട്, ഞങ്ങൾ അടയ്ക്കാം, സമാധാനം കൊടുക്കൂ എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഇന്ന് ജീവനോട് ഉണ്ടായിരിക്കുമായിരുന്നു. ഇല്ലേ? ഒരിക്കലും അദ്ദേഹം ഈ ഒരു കടും കൈയിലേക്ക് അദ്ദേഹം പോകുമായിരുന്നില്ല. ഞങ്ങൾ ആരും വരാതിരിക്കുകയും അദ്ദേഹത്തെ അവഗണിക്കുകയും ഈ കടത്തിനെ കുറിച്ച് പൊതുവേദിയിൽ വന്ന് സംസാരിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ടാണല്ലോ മനംനൊന്ത്, അതായത് ആത്മാഭിമാനം അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തത്. ഒരിക്കലും ചെയ്യരുത്. താൻ ഒരിക്കലും കടം വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യരുത്, കടുങ്കൈകൾ ചെയ്യരുത്. ഇപ്പോ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്കൊരു കുടുംബം, നിങ്ങൾ തന്നെ പറയുന്നു, മിസ്റ്റർ അനിലേട്ടൻ, നിങ്ങൾ തന്നെ പറയുന്നു, താങ്കൾക്കുള്ളത് കുഞ്ഞു കുട്ടികളാണ്. ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റുള്ളവർ
അദ്ദേഹത്തിനോട് ആലോചിക്കാൻ പറയാൻ നിവൃത്തിയില്ല. കാരണം ഇന്ന് ആ മനുഷ്യൻ ഭൂമിയിലില്ല. അപ്പോ കടം വാങ്ങിക്കൊണ്ടുപോയവർ ഒന്ന് ആലോചിക്കണം. ആ മനുഷ്യന്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആ മനുഷ്യന്റെ കുടുംബം നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആ കുട്ടികൾ നാളെ വളർന്നു വരുമ്പോൾ എൻ്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് ആ കുട്ടികൾ നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യും. നിങ്ങളോട് അവർ സംസാരിക്കും. അന്ന് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ആ കുട്ടികളോട് പറയുക, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ആ കുട്ടികളുടെ ദയനീയമായ വളർച്ച നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുക. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.